VSൻ്റെ അവസാന യാത്രയിൽ ഒപ്പം പോയവരാണ്. ചില്ലുകൂട്ടിലൂടെ എങ്കിൽ പോലും ഒറ്റ നോട്ടം കണ്ട ഒരാളാണ് എന്ന അഭിമാനത്തോടെ പറയാൻ പറ്റാവുന്ന രീതിയിൽ ഒരു സെക്കൻഡ് എടുക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയ അനേകം മനുഷ്യർ, അവരെയാണ് നമ്മൾ സ്ക്രീനുകളിൽ കാണുന്നത്. എന്തായാലും ആർത്തിരമ്പുന്ന ആൾക്കടൽ അപ്പുറത്ത് അറബിക്കടലിൻ്റെ ഓരത്ത് ഈ ഹൃദയവായ്പുകളെല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ട് VS അമരത്വം പുൽകുകയാണ്. ഇനി അധികം സമയം ഇല്ല. വേഗത്തിൽ ആളുകളോട് നടന്നു പോകാൻ നിരന്തരം നേതാക്കൾ ആവശ്യപ്പെടുന്നുണ്ട്. രണ്ട് കാരണങ്ങൾ ഉണ്ടാകാം. ഒന്നുകിൽ വലിയ ജനസഞ്ചയം ഇപ്പോഴും പുറത്ത് കാത്തു നിൽക്കുന്നുണ്ടാകണം, അല്ലെങ്കിൽ വേഗത്തിൽ ഇതെടുക്കുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടാകും. രണ്ടായാലും 8 മണിക്കെങ്കിലും ഈ വലിയ ചുടുകാട്ടിലേക്ക് എത്തിക്കാൻ കഴിയുമോ എന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാവുകയാണ്. നിലവിലിങ്ങനെ ആളുകൾ VSനെ അവസാനമായി കണ്ട് അന്ത്യാഭിവാദ്യം. വിജിൻ വായന്തോടുണ്ട്. വിജിൻ റിക്രിയേഷൻ ഹാളിൻ്റെ ഉള്ളിലാണോ ഉള്ളത്? ആളുകളോട് വേഗത്തിൽ പോകാൻ ആവശ്യപ്പെടുന്നത് നമ്മൾ നിരന്തരം കാണുന്നുണ്ട്. വലിയ ആൾക്കൂട്ടം ഇപ്പോഴും പുറത്ത് ബാക്കിയാണോ? എപ്പോഴത്തേക്ക് അവിടെ നിൽക്കുമ്പോൾ ഒരു ഊഹം പറയാൻ കഴിയുമോ എപ്പോഴത്തേക്ക് ഇത് അവസാനിപ്പിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ? സൈഫുദ്ദീൻ ഒരു ഊഹക്കണക്ക് പോലും പറയാൻ പറ്റാത്ത അത്രയും നിലയിലാണ് നിലവിൽ ആളുകൾ ഇങ്ങനെ വരിവരിയായി നിന്നുകൊണ്ടിരിക്കും. നമുക്ക് ഇപ്പോൾ കേൾക്കാം, മുഴങ്ങിക്കേൾക്കുന്ന ശബ്ദം. അത് VSന് അവസാനമായി അന്ത്യാഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഓരോരുത്തരും കടന്നുപോകുന്ന ശബ്ദമാണ്. ഓരോ കൂട്ടങ്ങളായി കടന്നുപോകുന്ന ശബ്ദമാണ്. ഓരോരുത്തരും മുദ്രാവാക്യം മുഴക്കി കൈ മുഷി ചുരുട്ടിയൊക്കെ VS അന്ത്യാഭിവാദ്യം അർപ്പിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനപ്പുറത്തേക്കൊക്കെ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ ഇനിയും വരിവരിയായി ഇങ്ങോട്ട് എത്താനുണ്ട്. വളരെ പ്രയാസപ്പെട്ടാണ് പോലീസ് കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാൻ ശ്രമിച്ചത്. പക്ഷേ അവരുടെ കയ്യിലൊന്നും നിൽക്കാത്തത്രയും ആളുകൾ ആണ് ഇങ്ങനെ ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് CPM നേതാക്കൾ തന്നെ ഇടപെട്ട് ഇക്കാര്യത്തിൽ ക്രമീകരണങ്ങൾ പാലിക്കണം, പാർട്ടി പറയുന്നതും പോലീസ് പറയുന്നതും ഒക്കെ കേൾക്കണം എന്നുള്ള നിർദ്ദേശം നൽകിയത്. അതിനുശേഷമാണ് കുറച്ച് എങ്കിലും ഈ കാര്യത്തിൽ ഒരു നിയന്ത്രണവും ഒക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുള്ളത് ഇപ്പോൾ എന്നുള്ളതാണ്. സെൽഫി എടുക്കാൻ VSന്റെ കൂടെ അവസാനമാരവ് ആയൊരു ഓർമ്മ പങ്കിടാൻ ഒക്കെ നോക്കുന്നവരാണ് ഈ കൂട്ടത്തിൽ മുദ്രാവാക്യവും വിളിയുമായി നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരോട് പാർട്ടി നേതാക്കൾ വ്യക്തമാക്കുന്നത് സെൽഫി എടുക്കാനുള്ള സമയം കളയരുത്. VSനെ കാണാൻ ഒരുപാട് ആളുകൾ പുറത്ത് ഇപ്പോഴും കാത്തുനിൽക്കുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് VSനെ കണ്ട് ആദരാഞ്ജലികൾ അർപ്പിച്ച് അന്ത്യാഭിവാദ്യം അർപ്പിച്ച് പോകണം എന്നുള്ള നിർദ്ദേശമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ തീരുന്നില്ല ആളുകളുടെ എണ്ണം എന്നുള്ളതാണ്. ഒരു മണിക്കൂർ കൂടിയെങ്കിലും ഏറ്റവും മിനിമം പുറത്ത് എത്ര ആളുകൾ ഉണ്ടെന്ന് എനിക്കിപ്പോൾ പറയാൻ കഴിയുന്ന സാഹചര്യത്തിലല്ല. കാരണം നിവർന്ന് കിടക്കുകയായിരുന്നു ഉച്ചയ്ക്കും രാവിലെയുമൊക്കെ ഞാൻ പുറത്തൂടെ ഇങ്ങോട്ട് വരുന്ന സമയത്തുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ എത്ര ആളുകൾ ഇങ്ങോട്ട് എത്തി, വൈകിട്ട് VSനെ ഇവിടെ എത്തിക്കും എന്നറിഞ്ഞ് അവസാന സമയത്ത് എത്ര ആളുകൾ ആ വരിയിലും മറ്റ് സ്ഥലങ്ങളിലുമൊക്കെയായി എത്രയാൾ കാത്തുനിന്നിരുന്നു എന്നുള്ളതൊക്കെ ഇനി ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുമ്പോൾ മാത്രമേ മനസ്സിലാവൂ. നിലവിൽ VSന് ആദരാഞ്ജലി അർപ്പിക്കുകയാണ് കേരളം എന്ന് തന്നെ പറയാം. VSന് അവസാനമായി വിട നൽകിക്കൊണ്ടിരിക്കുകയാണ് മലയാളികളും കേരളവും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ വിട നൽകാൻ കഴിയുന്നത്. VS എന്ന രണ്ടക്ഷരം എത്രമാത്രം പ്രിയപ്പെട്ടതായിരുന്നു മലയാളികൾക്ക് എന്നുള്ളത് തെളിയിക്കുന്നതാണ് ഇപ്പോൾ കാണുന്ന ഓരോ കാഴ്ചകളും. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചീഫ് സെക്രട്ടറി, CPMന്റെ സംസ്ഥാന സെക്രട്ടറിയും അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയും ഉൾപ്പെടെയുള്ളവർ ഒക്കെ ഇവിടെ ഇരുന്നുണ്ട്. അവർക്ക് ഈ സാധാരണക്കാർ VSനെ സ്നേഹിക്കുന്നവർ ഒക്കെ അന്തിമോപചാരം അർപ്പിച്ച് പോയതിനു ശേഷമാണ് അന്തിമോപചാരം അർപ്പിക്കേണ്ടത്. ഒപ്പം തന്നെ വലിയ ചുടുകാട്ടിലേക്ക് എത്തിക്കുമ്പോൾ സർക്കാരിൻ്റെ ഔദ്യോഗിക മായ സല്യൂട്ട് ഉൾപ്പെടെ പോലീസ് നൽകും. അങ്ങനെയുള്ള നടപടിക്രമങ്ങൾ കൂടിയുണ്ട്. പുറത്ത് നല്ല മഴയുണ്ട്. പക്ഷേ മഴയൊന്നും ഈ VSനെ കാണാൻ എത്തിയവർക്കൊരു തടസ്സമേ അല്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അത് മണിക്കൂറുകളായി മഴ തകർത്ത് പെയ്യുകയാണ്. അതിനേക്കാൾ മഴയെപ്പോലും വകഞ്ഞു മാറ്റിക്കൊണ്ട് അതിനേക്കാൾ ഉച്ചത്തിലാണ് VSനായി മുദ്രാവാക്യം മുഴക്കുന്നത്. ഒരുപക്ഷെ കേരളത്തിൽ ഇനി ഈ അടുത്ത കാലത്ത് ഒരു ജനനേതാവിന്
ഇത്രമേൽ ഒരു ആദരം മലയാളികൾ അർപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് നിലവിൽ ഉത്തരം പറയാൻ കഴിയുക. 2 ദിവസമായി വിലാപയാത്ര കൃത്യം പറഞ്ഞാൽ പുറപ്പെട്ടിട്ട് ആ ദിവസങ്ങളിൽ ഒക്കെ പല സ്ഥലങ്ങളിലും ആളുകൾ ഇങ്ങനെ വന്ന് ആദരാഞ്ജലികൾ അർപ്പിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. 2 ഭാഗങ്ങളായി 2 മതിലുകളായി റോഡിൻ്റെ ഇരുവശവും മാറുന്ന കാഴ്ചയൊക്കെയാണ് നമ്മൾ കണ്ടത്. അതിൻ്റെ പര്യവസാനമാണ് നിലവിൽ ഈ ഗ്രൗണ്ടിൽ, പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിനുശേഷം VS എന്നേക്കുമായി എരിഞ്ഞിറങ്ങാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ്. ആ യാഥാർത്ഥ്യം അംഗീകരിച്ചാണ് തൊണ്ടപൊട്ടി ഇവിടെ വരുന്ന ആളുകൾ ഒക്കെ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടിരിക്കുന്നത്. സ്നേഹവായ്പ VSനോട് തിരിച്ചു കാണിക്കുന്നത്, മലയാളികളോട് VS കാണിച്ച സ്നേഹത്തിനുള്ള പ്രത്യുപകാരമാണ് മലയാളികൾ ഇപ്പോൾ VSന് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇനി VS എന്ന ആൾരൂപം ഉണ്ടാകില്ല എന്ന തിരിച്ചറിവ്, അതിൽ നിന്നുള്ള തൊണ്ടപൊട്ടി ഉറക്കെ വരുന്ന സ്വാഭാവികമായ മുദ്രാവാക്യങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. CPM പ്രവർത്തകരോ ഇടതുപക്ഷ പ്രവർത്തകരോ മാത്രമല്ല, അതിനപ്പുറം പല കോണുകളിലുള്ളവർ, പല രാഷ്ട്രീയ പാർട്ടികളിൽ വിശ്വസിക്കുന്നവർ, പല സാംസ്കാരിക സാമൂഹ്യ ബോധമുള്ളവർ, അവരെല്ലാം ഇപ്പോൾ നിലവിൽ VSന് ആദരമർപ്പിക്കാൻ, അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ 2 ദിവസം മുമ്പ് ദർബാർ ഹാളിന് മുന്നിൽ നിന്നും പുറപ്പെട്ട വിലാപയാത്ര ഇത്ര മണിക്കൂറെടുത്താണ് ഈ ആലപ്പുഴയിലേക്ക് എത്തിയത് എന്ന കാര്യം നമുക്കൊക്കെ അറിയാം. ഏകദേശം മണിക്കൂറുകൾ താണ്ടേണ്ടി വന്നു, മണിക്കൂറുകൾ കഴിയേണ്ടി വന്നു തിരുവനന്തപുരം ജില്ല തന്നെ പിന്നിടാൻ. അതിനുശേഷം കൊല്ലത്തേക്ക് എത്തുമ്പോൾ കൊല്ലത്ത് അതിനപ്പുറം ഉള്ള ആളുകളായിരുന്നു VSനെ കാണാനായി എത്തിയിരുന്നത്. ആലപ്പുഴയിൽ സ്വാഭാവികമായും ഒരിക്കലും നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്നതാണ് ഇത്രയും ഇതിനപ്പുറം ജനകോടി ഉണ്ടാകും എന്ന കാര്യം. അതുകൊണ്ട് തന്നെയാണ് ആ വലിയ ക്രമീകരണങ്ങൾ CPM-ഉം സർക്കാരും ഒപ്പം തന്നെ ഔദ്യോഗികമായ സംവിധാനങ്ങളും ഒക്കെ ഇതിനെ നടത്തുകയും ചെയ്തത്. അതുകൊണ്ട് കുറച്ചുകൂടി ഇതിനപ്പുറം വലിയ തരത്തിൽ ഒരു ജില്ല തന്നെ പൂർണ്ണമായും സ്തംഭിക്കുന്ന നിലയിൽ ആയിരിക്കുമായിരുന്ന അവസ്ഥയിൽ നിന്ന് മാറാൻ കഴിയുന്ന അത്തരം സജ്ജീകരണങ്ങൾ കൊണ്ട് തന്നെയാണ്. എന്തായാലും നിലവിൽ ഒക്കെ തൊണ്ടപൊട്ടി മുദ്രാവാക്യം വിളിച്ച VSന് അന്ത്യാഭിവാദ്യം നേർന്നുകൊണ്ട് ഓരോരുത്തരായി മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവരെ പെട്ടെന്ന് തന്നെ മാറ്റാൻ നന്നേ പാടുപെടുന്നുണ്ട് പോലീസും CPM-ന്റെ വളണ്ടിയർമാരും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എല്ലാം. എന്തായാലും 15ാമത്തെ വയസ്സിൽ തുടങ്ങിയ പൊതുപ്രവർത്തനമാണ് VSനെ ഈ കേരളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവാക്കി മാറ്റിയത്. സ്റ്റേറ്റ് കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമായി ആദ്യം പ്രവർത്തനം ഏറ്റെടുത്ത് പൊതുപ്രവർത്തനം തുടങ്ങിയ VS പിന്നീട് സോഷ്യലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമായി മാറുകയും പിന്നീട് കമ്മ്യൂണിസ്റ്റ് ആഭിമുഖ്യത്തിലേക്ക് മാറുകയും അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമാവുകയും തുടർന്ന് ആ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയും ജന്മി നാടുവാഴിത്തത്തിൻ്റെ ഒരു വലിയ, നമ്മളൊന്നും ഇപ്പോൾ കാണാത്ത, നമ്മൾ വായിച്ചും കേട്ടും മാത്രം അറിഞ്ഞ ഒരു കാലഘട്ടത്തിൽ തൻ്റെ ജീവനല്ല അതിനപ്പുറം അതൊക്കെ മാറ്റിമറിക്കുക എന്നുള്ള നിശ്ചയദാർഢ്യത്തിൽ പോരാടിയ ആളിൻ്റെ പേരാണ് VS. ആ പോരാട്ടം ചെറിയ പ്രായത്തിൽ തന്നെ തുടർന്നുകൊണ്ടിരുന്ന ആളായിരുന്നു VS. അതിനിടയിൽ ഒരുപക്ഷെ VS എന്നേക്കുമായി ഇല്ലാതാവേണ്ടതായിരുന്നു. ഇന്ന് 101ാം വയസ്സ് വരെ ജീവിക്കുമായിരുന്നില്ല VS. അതിനിടയിൽ ഒരുപാട് കൊടിയ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി, ക്രൂരമായ ഭരണകൂട പീഡനങ്ങൾ ഏറ്റുവാങ്ങി. പക്ഷേ അതിനെയെല്ലാം VS അതിജീവിച്ചത് ഒറ്റ നിശ്ചയദാർഢ്യത്തിൻ്റെ മാത്രം കരുത്തുമായിട്ടായിരുന്നു. അച്ഛനും അമ്മയും വളരെ ചെറിയ പ്രായത്തിൽ നഷ്ടപ്പെട്ട ആളായിരുന്നു VS. അതിൽ നിന്നാണ് VS ഈ നാടിൻ്റെ മൊത്തം രക്ഷാധികാരിയായി മാറിയത്, ഒരു വിപ്ലവ തേജസ്സായി മാറിയത്. എപ്പോഴും ആർക്കും വന്ന് പരിഭവങ്ങൾ, പരാതികൾ പറയാൻ, ആ പരാതിയിൽ കഴമ്പുണ്ടെങ്കിൽ അതിൽ ഒരു സമരത്തിലേക്ക് VS ഏർപ്പെട്ടാൽ ഒരിക്കലും ആ സമരത്തിൻ്റെ അവസാനം അത് ആ സമരവിജയമായിരിക്കും എന്ന് ഉറപ്പിച്ച് മാത്രമേ VS മാറിയിരുന്നുള്ളൂ. അത്തരം നേതാവാണ് VS. അങ്ങനെ ഒരാളാണ് VS. അങ്ങനെ ഒരു നേതാവിനെ ഒരു പക്ഷേ കേരളം അധികമായി ഒന്നും കണ്ടിട്ടില്ല കേരളത്തിൽ. അങ്ങനെ നിശ്ചയദാർഢ്യത്തിൻ്റെ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖം എന്നതാണ് VSനെ കേരളം ഓർക്കുന്നത്. ഒപ്പം പാർട്ടി എന്ന ചട്ടക്കൂടിനപ്പുറം, പാർട്ടി വിലക്കിയാൽ താൻ ഉറച്ച് വിശ്വസിക്കുന്ന പ്പുറം ചെന്ന് ആ പോരാട്ടത്തിൽ ആ നിലപാടിന് ഒപ്പം തൻ്റെ നിലപാട് അത് താൻ ഉയർത്തിപ്പിടിക്കുന്ന പ്രത്യയശാസ്ത്രത്തിൻ്റെ ാണെന്നും അതിന് നട്ടല്ലാണെന്നും പറയാൻ, അതിനോട് കലഹിക്കാൻ, പാർട്ടിയിൽ തന്നെ കലഹം പാർട്ടിയിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നാൽ അതും ചെയ്യാൻ
ഒരുക്കമാണ് എന്ന് വ്യക്തമാക്കാൻ ഒക്കെ വലിയ പോരാട്ടം നടത്തിയ അത്തരത്തിൽ ഒരു പോരാട്ട വീര്യം കൂടി കാണിച്ച നേതാവ് കൂടിയാണ് VS. പക്ഷേ പിണറായി വിജയൻ ഒരു ഘട്ടത്തിൽ VS പോര് നമ്മളെല്ലാം കണ്ടതാണ്. അതിനിടയിലും പിണറായി വിജയനോട് VS പാർട്ടിക്ക് വിധേയനാകുന്നില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ, പാർട്ടിയെ ധിക്കരിക്കുന്നല്ലോ എന്ന് ചോദിച്ചപ്പോൾ പിണറായി വിജയൻ പറഞ്ഞ മറുപടി VS പാർട്ടിയുടെ സ്വത്തല്ലേ എന്നുള്ളതാണ്. ആ പിണറായി വിജയന്റെ വാക്കുകൾ ഒന്നുകൂടി കൂട്ടി ആവർത്തിച്ച് പറഞ്ഞാൽ അത് VS കേരളത്തിൻ്റെ സ്വത്താണ് എന്ന് തന്നെയാണ്. അതാണ് നിലവിൽ ഇപ്പോൾ ഈ നാട് VSന് ആദരമർപ്പിച്ച് തെളിയിക്കുന്നത്, പ്രഖ്യാപിക്കുന്നത്. ഈ VS എന്ന ഓർമ്മ അതൊരു പോരാട്ടത്തിൻ്റെ ഒരു പോരാട്ട വീര്യത്തിൻ്റെ ഓർമ്മ കൂടിയാണ്. അതൊരിക്കലും കൈമോശപ്പെടുത്തില്ലെന്ന പ്രഖ്യാപനമാണ് ഈ ജനാവലി തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഒരുപാട് ആളുകൾ VSന് അഭിവാദ്യമർപ്പിക്കാനായി പുറത്ത് കാത്തിരിക്കുന്നു. ഒപ്പം മഴ തകർത്ത് പെയ്യുകയും ചെയ്യുന്നു. ആ മഴയത്തും അലങ്കാരംഗമായി പറഞ്ഞാൽ പരിസ്ഥിതി സ്നേഹിയായ VSന്, സാധാരണക്കാരന് ഒപ്പം നിന്ന VSന് ഒരു മഴ കൂടി അതിൻ്റെ കണ്ണീരണിഞ്ഞ് യാത്രാമടി നൽകുന്നു എന്ന് വേണമെങ്കിൽ ഈ ഘട്ടത്തിൽ പറയാൻ കഴിയും. അതാണ് പുറത്ത് കാണുന്നത്. ഒപ്പം തന്നെ അകത്ത് ഒരു മഴയായി കണ്ണീരുകൾ ഇങ്ങനെ ഒഴുകി നടക്കുന്നു. അതിനൊപ്പം ഒരു വലിയ കരുത്തിൻ്റെ പേരായി VS എന്ന മുദ്രാവാക്യം ഉയർന്നുകൊണ്ടേ ഇരിക്കുകയും ചെയ്യും. തീർച്ചയായും വിജയൻ, പുറത്ത് മഴ പെയ്തുകൊണ്ടേയിരിക്കുന്നു, അകത്ത് കണ്ണീർ പൂക്കൾ വർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. VSന് ഇട നൽകുകയാണ് മലയാള നാട്. ഇപ്പോഴും അണമുറിയാത്ത ജനപ്രവാഹം, മെനഞ്ഞാന്ന് കണ്ട അതേ കാഴ്ച, അതിൻ്റെ തന്നെ തുടർച്ച. മറ്റൊരു കാഴ്ചകളും നമ്മൾ കാണുന്നില്ല. കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി ഈ കാഴ്ചകളിലൂടെ തന്നെയാണ് മലയാളിയുടെ സഞ്ചാരം. കുറേയേറെ മനുഷ്യർ ഇവിടെ നിന്നൊക്കെയോ വരുന്നു. ഒരു മനുഷ്യൻ്റെ മരണത്തിൽ വലിയ തോതിൽ സങ്കടപ്പെടുന്നു, വേദനിക്കുന്നു, വാനിലേക്ക് മുഷ്ടി ചുരുട്ടുന്നു, റെഡ് സല്യൂട്ട് നേരുന്നു, പോകുന്നു. ഇത് തന്നെയാണ് കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇന്ന് വൈകുന്നേരമെങ്കിലും VSൻ്റെ സംസ്കാര നടപടികൾ ഉണ്ടാകും എന്നായിരുന്നു കരുതിയിരുന്നത്. പക്ഷേ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചുകൊണ്ടുള്ള ആൾക്കൂട്ടമാണ്. സമയക്രമങ്ങളൊക്കെ നേരത്തെ തന്നെ പാളിയതാണ്, കണക്കുകൂട്ടലുകളൊക്കെ തെറ്റിയതാണ്. അത് തെറ്റിച്ചത് VSോ പാർട്ടിയോ നേതാക്കളോ അല്ല, മറിച്ച് ഈ ജനമാണ്. ഇങ്ങു നിന്നൊക്കെയോ വന്ന അനേകായിരം മനുഷ്യർ, അവരാണ് ഈ സമയക്രമങ്ങളൊക്കെ തെറ്റിച്ചത്. അതുകൊണ്ട് ഇതിങ്ങനെ ഒരു നിശ്ചയവുമില്ലാതെ പോവുകയാണ്. ഇനി എപ്പോൾ സംസ്കാരം, ഇനി എപ്പോൾ വലിയ ചുടുകാട്ടിലേക്ക്, എപ്പോൾ അവസാനത്തെ വിലാപയാത്ര എന്ന കാര്യങ്ങളിലൊന്നും ഒരു കൃത്യതയുമില്ല, ഒരു നിശ്ചയവുമില്ല. എന്തായാലും സമയം 7:30 അടുക്കുന്നു, 7:20 കടക്കുന്നു. ഇനിയിപ്പോൾ ഒരു 7:30 മണിക്ക് തന്നെ ഈ അന്തിമോപചാരം അവസാനിപ്പിച്ച് വലിയ ചുടുകാട്ടിലേക്കുള്ള യാത്ര തുടങ്ങിയാൽ ഒരു 8 മണിയോടുകൂടിയെങ്കിലും അവിടെ എത്താൻ കഴിയുമോ? 8 മണിക്ക് വലിയ ചുടുകാട്ടിലെത്തിയാൽ തന്നെ സംസ്കാര നടപടികൾ എപ്പോഴത്തേക്ക് പൂർത്തിയാക്കാൻ കഴിയും എന്നതൊക്കെ ചോദ്യം മാത്രമായി അവശേഷിക്കുന്നു. ഒന്നിനും ഉത്തരമില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും ആരായിരുന്നു VS എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ജനം കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി നൽകിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിടയിൽ, നമുക്ക് വേണ്ടി